മക്കളെ, USS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളൊക്കെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാണ് നമ്മുടെ മധ്യകാല ഇന്ത്യ അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം. സോഷ്യൽ സയൻസിൽ ഒരിക്കലും വിട്ടുകൂടാത്ത ഒരു ഭാഗമാണ്. ഇതിലെ കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തായാലും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ആദ്യം തന്നെ നമ്മുടെ 7ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിക്കുന്ന ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മുഗൾ ഡൈനാസ്റ്റിനെ കുറിച്ചാണ് അല്ലേ. അതായത് മുഗൾ രാജഭരണത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഹു എസ്റ്റാബ്ലിഷ് ദ മുഗൾ എംപയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചോദ്യം അല്ലേ. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളൊരു ചോദ്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷേ നിങ്ങൾ സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒഴിവാക്കരുത്. യെസ്, ഇവിടെ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹുമയൂൺ, അക്ബർ, ബാബർ, ഔറംഗസേബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു സംശയമല്ലാണ്, നമുക്ക് പറയാം ആരാണ്, ബാബർ ആണ് അല്ലേ. ഇതിൻ്റെ കൂടെ തന്നെ മക്കൾ പഠിച്ചു വെക്കേണ്ട ഒറ്റ കാര്യം കൂടി ഉണ്ട്. എന്താണ്? യെസ്, ഇയർ അല്ലേ. ഇയറും കൂടെ പഠിച്ചു വെക്കണം. എത്രയാണ് ഇയർ വരുന്നത്? 1500. യെസ്, ഓക്കെ, 1526 ഇയർ വരുന്നത്. 1526 എന്ത് ചെയ്യുന്നത്, ബാബർ മുഗൾ സാമ്രാജ്യം അല്ലെങ്കിൽ മുഗൾ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. ആ ഒരു ഇയറും കൂടെ എന്ത് ചെയ്യാം മക്കൾ കറക്റ്റ് ആയിട്ടും പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മുഗൾ എംപറർ ബിൽറ്റ് ദ ഇബാദത്ത് ഖാന അറ്റ് ഫത്തേപൂർ സിക്രി? എന്താ ചോദിച്ചിരിക്കുന്നത്? ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണെന്നുള്ളതാണ് ചോദ്യം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഷാജഹാൻ, അക്ബർ, ജഹാംഗീർ, ഔറംഗസേബ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്കറിയാം ആരാണ്, അക്ബർ ആണ് സ്ഥാപിച്ചിട്ടുള്ളത് അല്ലേ. അതായത് ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞിട്ട് സ്ഥാപിച്ചിട്ടുള്ള ആരാണ്, നമ്മുടെ അക്ബറാണ്. അത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, അക്ബറാണ് എന്ന് തന്നെ എഴുതി വെക്കുക. മാത്രമല്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇബാദത്ത് ഖാന സ്ഥാപിച്ചത് എന്നുള്ള കൂടി കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഡിബാറ്റുകൾ പോലെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്, അത് ചർച്ചകളൊക്കെ നടത്താൻ വേണ്ടി അല്ലേ. നമ്മൾ സംവാദങ്ങളൊക്കെ പറയില്ലേ, ഈ രാജാവ് കുറേ ആളുകളെ കൊണ്ടുവരും അല്ലേ. കുറേ പണ്ഡിതന്മാരുണ്ടാവും, കുറേ സന്യാസിമാരുണ്ടാവും, അല്ലാത്ത കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ, അങ്ങനെയുള്ള സൈന്യാധിപന്മാരുണ്ടാവും, അങ്ങനെ പല പല ഫീൽഡിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ കൂടി നിർത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യും, ഒരു ചർച്ചകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് പഴയ കാലത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഡിസ്കഷന് വേണ്ടിയിട്ടാണ്, ഡിബാറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇബാദത്ത് ഖാന സ്ഥാപിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വാട്ട് വാസ് ദ ഫിലോസഫി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അക്ബർ ദാറ്റ് ഫോക്കസ്ഡ് ഓൺ പീസ് ഫോർ ഓൾ? അല്ലെ, അത് സുൽഹിക്കുൽ എന്നാണ് അതിന് പറയാം. എന്താ സുൽഹിക്കുൽ എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും സമാധാനം. എന്താണ്? എല്ലാവർക്കും സമാധാനം. അതായത് എല്ലാവർക്കും സമാധാനം എന്ന ആശയത്തിൽ ഊന്നി അക്ബർ രൂപം നൽകിയ ദർശനം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് പലതരത്തിൽ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അത് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം. ഈ പറഞ്ഞിട്ടുള്ള ഈ ദർശനത്തിന്റെ പേര് തന്നിട്ട് ഇത് ആരാണ് സ്ഥാപിച്ചത് എന്നുള്ള, ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് എഴുതേണ്ടത്? സുൽഹിക്കുല്ലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഇതെന്ത് ചെയ്യാം, തിരിച്ചും മറിച്ചൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് ഏതാണ് ഈ ദർശനം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. ദിന്നിലാഹി എന്ന് കൊടുത്തിട്ടുണ്ട്, മൻസബ്ദാരി കൊടുത്തിട്ടുണ്ട്. മൻസബ്ദാരി അല്ല നമുക്കറിയില്ല, അതൊരു എന്താ പറയുക, അതൊരു റാങ്കിങ് സിസ്റ്റം ആണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് സൈനിക വ്യവസ്ഥയിൽ, ആർമിയിലൊക്കെ ഉണ്ടായി വന്നിട്ടുള്ള റാങ്കിങ് വ്യവസ്ഥയാണ് ഈ മൻസബ്ദാരി എന്നൊക്കെ പറയുന്നത്. ഇബാദത്ത് ഖാനെ കുറിച്ച് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ റസ്നാമാണ്, അത് മഹാഭാരതം നമ്മുടെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്താണ്. റസ്നാമ എന്ന് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്താണ്, ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കാണ്. അപ്പോൾ അതൊന്നും അല്ല, നമ്മൾ ആദ്യം പഠിച്ച ദിന്നി ഇലാഹി ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ദിന്നി ഇലാഹിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, നമ്മളെ ഇന്ത്യയിൽ കുറേ അധികം റിലീജിയൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അല്ലേ. അപ്പോൾ അക്ബർ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അക്ബർ നിരക്ഷനായിട്ടുള്ള ഒരാളാണ്, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അധികം പഠനവും നടത്തിയിട്ടില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന് ആശയങ്ങൾ ഗംഭീരമായിരുന്നു. അതായത് അദ്ദേഹം ഈ പറയുന്ന ആളുകളോട് പലതരത്തിലുള്ള സംവാദങ്ങളൊക്കെ നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറേ ഐഡിയാസ് ഉണ്ട്, അല്ലെങ്കിൽ ദർശനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, പല തരത്തിലുള്ള മതങ്ങളിൽ നിന്നും ഏറ്റവും നല്ല കുറേ വശങ്ങൾ ചേർത്തുകൊണ്ട് അദ്ദേഹം പുതിയൊരു ദർശനം മുന്നോട്ട് വെക്കുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ദിന്നി ഇലാഹി എന്ന് പറയുന്ന ഒരു ദർശനം. ഓക്കെ, അത് മതമാണെന്ന് പറയുന്നുണ്ട്, ദർശനമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആരെയും ഇത് എന്ത് ചെയ്തിട്ടില്ല, അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധിതമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആലോചിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു കാര്യം കൂടെ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. ഹു ഹാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര എംപയർ? അപ്പോൾ നമ്മൾ മുഗൾ വിട്ടിട്ട് മെല്ലെ വിജയനഗര എംപയറിലേക്ക് നമ്മളൊന്ന് നോക്കുക. അപ്പോൾ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി ആരായിരുന്നു ചോദിച്ചാൽ
അതിനൊറ്റ ഉത്തരവുള്ള ആരാണ്? കൃഷ്ണദേവരായരാണ്. ഓക്കെ, അതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, കൃഷ്ണദേവരായരാണ്. ഇനി മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ്? വിജയനഗര എംപയർ ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഏത് സഹോദരന്മാരാണ് അല്ലെ? ഒരു ബ്രദേഴ്സ് ആണ്, സഹോദരന്മാരാണ് സ്ഥാപിച്ചിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ ഏത് സഹോദരന്മാരാണ് എന്നുള്ള ചോദ്യത്തിന് ഇവിടുന്ന് നമുക്ക് ഈ ഓപ്ഷൻ തന്നെ എടുക്കാൻ പറ്റും. എവിടെയാ? ഹരിഹര, ബുക്കൻ അല്ലെ? ഇവർ രണ്ടുപേരുമാണ് എന്തിനുള്ളത്? ഇത് സ്ഥാപിച്ചിട്ടുള്ളത്, നമ്മുടെ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിട്ടുപോകാതിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് USS ക്രാക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുമ്പോഴേക്കും ബൈ.